നവംബർ 15 ഗോഡ്സെ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ബിജെപിയെ പിന്തുണയ്ക്കുന്ന സംഘപരിവാർ ശക്തികളാണ്. ബിജെപിയെ അനുകൂലിക്കുന്ന സംഘപരിവാർ ശക്തികളുടെ പേരുകൾ പറയും. എന്റെ പ്രദീപ് 63 സംഘടനയുണ്ട്. ഏതൊക്കെ ഞാൻ ബാക്കി ഞാൻ പറയാം. ഏതൊക്കെ? പ്രദീപ് പറഞ്ഞു സംഘപരിവാർ സംഘടന ഗാന്ധിവാദത്തെ അനുകൂലിച്ചു. ആ സംഘടന ഞാൻ പറയാം. ബജറംഗദൾ നിങ്ങളെ അനുകൂലിക്കുന്ന സംഘടനയാണ്. ബജറംഗദൾ ബിജെപിയുടെ പരിവാർ പ്രസ്ഥാനത്തോട് അല്ല. ശിവസേന അല്ല, ഞാൻ പറഞ്ഞു ശിവസേന ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അല്ല, ശിവസേനയുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ശിവസേനയുമായി ബന്ധമില്ല. ബജറംഗളുമായി നിങ്ങൾക്ക് ബന്ധമില്ല. വിശ്വ ഹിന്ദു പരിഷത്തുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? എന്റെ ചോദ്യമാണ്. പ്രവീൺ തൊഗാഡിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതേസമയം ഹിന്ദു മഹാസഭ നിങ്ങൾക്ക് ബന്ധമുണ്ട്? ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ബജറംഗദൾ ഇത് നടത്തിയിട്ടുണ്ട്. ഈ നവംബർ 15 രാജ്യത്താകമാനം ഗോഡ്സെ അനുകൂല അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ശിവസേന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പിന്തുണയോടെ സംഘടിപ്പിച്ചു. ഇനി എനിക്ക് ഒരു ചോദ്യം കൂടി. വിചാരധാര നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വിചാരധാര ഞങ്ങളുടെ ഗ്രന്ഥമാണ്. വിചാരധാര പറയുന്ന 2 കാര്യങ്ങൾ. ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് പറയുന്നവർ രാജ്യദ്രോഹികളാണെന്ന് വിചാരധാരയിൽ പറഞ്ഞ കാര്യം ബുക്ക് എടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ബുക്കും എടുത്ത് കാണിക്കും. നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ പറഞ്ഞത് എന്താ? ഞാനും എന്റെ സഹോദരനും RSS പ്രവർത്തകരാണെന്നതിൽ അഭിമാനിക്കുന്നു. ചില സാഹചര്യങ്ങളുടെ പേരിൽ അവർ ഞങ്ങളെ തള്ളിപ്പറഞ്ഞാൽ ഞങ്ങൾ RSSകാരാണ്. ഇനി എനിക്ക് ഞങ്ങളെ തള്ളിപ്പറഞ്ഞ RSSകാരോടുള്ള ചോദ്യം. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. ഈ അവസരങ്ങളിൽ RSSന് അംഗത്വം ചേർക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്തിന് മധുര പലഹാരം നടത്തി? ഇത്രയും ചോദ്യങ്ങൾ. നാഥുറാം വിനായക ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയുടെ ചോദ്യങ്ങൾ ഞാൻ വി രാജേഷിന് മുന്നിൽ അവതരിപ്പിക്കും. ഈ തന്ത്രപൂർവ്വം എന്നെ ഡീവിയേറ്റ് ചെയ്യാൻ നോക്കരുത്. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. എന്തോ രാജേഷേ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. ഗാന്ധിവധത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് ഖോസ്ലെ കമ്മീഷൻ പറയുന്നു, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സവർക്കറുടെ നിലപാടിനെയും പങ്കിനെയും കുറിച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് സംശയമുണ്ട്. സവർക്കറുടെ പൂർണ്ണ അനുയായിയാണ് ഗോഡ്സെ എന്നുള്ള കാര്യത്തിൽ ഈ കമ്മീഷനോ കോടതിയോ പറയട്ടെ, തർക്കമില്ല. ഊഹിച്ചു കുറ്റപ്പെടുത്തിയാൽ അത് അംഗീകരിക്കുന്നത് ശരിയല്ല. ഊഹിച്ചു കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ നിന്ന് എനിക്ക് പോകാനുള്ളത് ജവഹർലാൽ നെഹ്റു സർവകലാശാല വിചാരണ നടക്കട്ടെ. FIR കഴിഞ്ഞ് ചാർജ് ഷീറ്റും കൊടുത്ത് എവിഡൻസ് സ്റ്റേജും കഴിഞ്ഞ് മാത്രം ഒരാളുടെ കുറ്റക്കാരനാണോ അല്ലയെന്ന് കണ്ടെത്തുകയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെ പറയാൻ സാധിക്കും JNU സർവകലാശാലയിൽ നടന്നത് രാജ്യദ്രോഹ കുറ്റമെന്ന് പരസ്യ പ്രസ്താവന നടത്താൻ എങ്ങനെ സാധിക്കും? ഒന്നാമത്തെ ചോദ്യം. ഹരിയാന മുഖ്യമന്ത്രിക്ക് എങ്ങനെ JNU സർവകലാശാലയിൽ പ്രതിഷേധം നടത്തുന്ന വനിതകളെ വേശ്യകളെന്ന് ട്വീറ്റ് ചെയ്യാൻ സാധിക്കും? ഗുണനിധേ